അറിയില്ലയോ ഉമ്മു ഐമൻ അൽ ബറക്കത്തുൽ ഹബശിയ്യ എന്ന അടിമസ്ത്രീയെപ്പറ്റി അറിയില്ലയോ? ആമിന ഉമ്മയ്ക്ക് ശേഷം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ സ്ഥാനത്ത് മാതൃസ്ഥാനത്ത് കണ്ട മറ്റൊരു വ്യക്തിയാണത്. ബറക്ക എന്ന് വിളിക്കപ്പെട്ട അവർ അബിസീനിയയിൽ നിന്ന് അറേബ്യയിലേക്ക് എത്തിപ്പെട്ടതാണ്. അതായത് തിരുപ്പിറവിയുടെ കേവലം 50 ദിവസം മുമ്പ് നടന്ന ആനക്കലഹ സംഭവത്തിൽ വിശുദ്ധ കഅബാലയം തകർക്കാൻ വന്ന അബ്രഹത്തിന്റെ സംഘത്തോടൊപ്പം ബറക്കയും ഉണ്ടായിരുന്നു. അബാബീൽ പക്ഷികളെക്കൊണ്ടവർ നശിപ്പിക്കപ്പെട്ടപ്പോൾ സംഘത്തിൽ നിന്നും വേറിട്ട് രക്ഷപ്പെട്ടവരായിരുന്നു ബറക്ക. കഅബയുടെ പരിപാലകരായ ഖുറൈശികൾ അവരെ ബന്ദികളാക്കി. അങ്ങനെ ബറക്കയും അടിമയായി മാറി. മനസ്സിൽ സ്വപ്നങ്ങൾ കുരുത്തു തുടങ്ങുന്ന കാലം. ജീവിതം പാരതന്ത്ര്യത്തിന്റെ പിടിയിലമർന്നതോടെ നാമ്പു നീട്ടിയ സ്വപ്നങ്ങൾക്കുമേൽ വിധിയുടെ കരിനിഴൽ വീഴുകയാണ്. സമ്പത്തിന്റെ ഒരു ഭാഗമെന്നതിൽ കവിഞ്ഞ ഒരർഹതയും വ്യക്തിത്വവുമൊന്നും അന്ന് അടിമകൾക്കുണ്ടായിരുന്നില്ല. ഉടമകൾക്ക് യഥേഷ്ടം കൈമാറ്റം ചെയ്യാം അടിമകളെ. സാമൂഹിക ഘടനയെ വരിഞ്ഞുമുറുക്കിയ അന്ധവിശ്വാസങ്ങൾക്കിരയായിരുന്നു പലപ്പോഴും അടിമകൾ. ദേവപ്രീതിക്കായി അവർ ബിംബങ്ങൾക്ക് മുന്നിൽ അറുകൊല ചെയ്യപ്പെട്ടു. പൂപോലെയുള്ള അടിമ ബാലികമാർ നദിയിലേക്ക് എറിയപ്പെട്ടു. പക്ഷേ ബറക്കയുടേത് തീർത്തും വ്യത്യസ്തമായൊരു ജീവിത ചിത്രമായിരുന്നു. ഖുറൈശി തലവനും കഅബയുടെ പരിപാലകനുമായ അബ്ദുൽ മുത്തലിബാണ് ബറക്കയെ സ്വന്തമാക്കിയത്. അതോടെ അറബ് കുലത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തറവാട്ടിലേക്കാണ് ഉമ്മു ഐമൻ എന്ന ബറക്ക എന്ന മഹദി എത്തിച്ചേരുന്നത്. വിശിഷ്ട സ്വഭാവങ്ങളുള്ള മഹാനായിരുന്നല്ലോ അബ്ദുൽ മുത്തലിബ്.